RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പ് കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് പോയി നിങ്ങളെ കുറെ ആയിട്ട് കാണുന്നില്ലല്ലോ, ക്ലബ് ഫുട്ബോൾ ഇല്ലാത്തതുകൊണ്ടാണോ, ഇപ്പോൾ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചുകൾ അതുപോലെ വേൾഡ് കപ്പ് ക്വാളിഫയർ ഒക്കെ നടക്കുന്നുണ്ട്, എന്താണ് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഇറ്റലി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെരുന്നാൾ തുടങ്ങിയിട്ടുള്ള പണി കിട്ടലാണ്. പെരുന്നാൾക്ക് പനിയായിട്ട് കിടന്നതാണ്. പനി, ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട്, ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അത് ഒന്ന് മാറിയെന്ന് വിചാരിക്കുമ്പോഴേക്കും വീണ്ടും ത്രോട്ട് ഇൻഫെക്ഷൻ ആയി. അതിന് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് സംസാരിക്കാൻ നേരെ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ യുദ്ധം വേറെ, അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളപ്പൊക്കം വേറെ. അങ്ങനെ മൊത്തത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഒരു സ്ട്രഗിൾ ചെയ്തൊരവസ്ഥയിലൂടെയാണ് ഒരു 10-15 ദിവസം കടന്നു പോയത്. അപ്പോൾ ഇന്നലെ മുതൽ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു. എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും എന്ന് വിചാരിച്ച് റെഹാനെയും കൂടി പിടിച്ചിരുത്തിയിട്ടാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ക്ലബ് ഫുട്ബോൾ നമുക്ക് ആഴ്ചയിൽ ചുരുങ്ങിയ ഒരു 4 ദിവസം കളി ഉണ്ടാവും. അപ്പൊ ആ കളി ഇങ്ങനെ ഡെയിലി വന്നിട്ട് വൈകുന്നേരമായിട്ട് ഡ്യൂട്ടിയെ കഴിഞ്ഞ് വന്നിട്ട് ആ കളി കാണുമ്പോഴുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിന്. ചില ദിവസങ്ങളിൽ ഇപ്പൊ ശരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ഒരു എന്താ പറയാ, ആ ഒരു സാഡ് മൂഡാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ കളിയില്ല. ഇവര് ആണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ നേരത്തെ കിടന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊറ്റ ഇങ്ങനെ TV കണ്ട് എന്തെങ്കിലും സിനിമ അധികം കണ്ടുകൊണ്ടിരിക്കുക. കളി ഉണ്ടെങ്കിൽ ആ കളിയും കൂടി കാണുമ്പോൾ അത് കിട്ടിയിട്ട് അങ്ങോട്ട് അതും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ജയിക്കോ തോൽക്കോ എന്നൊന്നും വിഷയമല്ല. നമ്മുടെ ടീം ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ടീം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, ലാലിഗ ആയിക്കോട്ടെ, ഏതെങ്കിലും നല്ല നല്ല കളികളുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ആ കിടന്നുറങ്ങുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ഫുട്ബോൾ പ്രേമികൾ, പന്ത് കളി പ്രേമികൾ പറഞ്ഞാലേ മനസ്സിലാവുന്നത്. സാധാരണക്കാരെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ടോപ്പിൽ നമുക്ക് വരുന്നതിന് മുമ്പ് ഇത് തന്നെയാണ് കാര്യം പറഞ്ഞത്. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ ഫ്രണ്ട്ലി മാച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. ഒന്നാമത് തീരെ വയ്യ, വൈകുന്നേരം ആകുമ്പോഴേക്കും തീരെ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പുലർച്ചെയുള്ള കളികളൊക്കെ അർജന്റീനയുടെ ഒക്കെ കളി ഇതുകൊണ്ട് കണ്ടുവന്നേ ഉള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു രീതിക്കുള്ളതിൽ എന്താണ് ഉറക്കൊഴിച്ചിരുന്ന് കണ്ടതും, പിന്നെ അതേപോലെ ഇറ്റലിയുടെ കളി, അങ്ങനെ കുറച്ച് കളികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് രാത്രിയുടെ കളികളൊന്നും കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കളി കാണാത്തൊരു കളിയെക്കുറിച്ച് നമ്മൾ വിലയിരുത്താനും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും നമ്മൾ ആരുമല്ല. നമ്മള് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൽ പറയുന്ന ഒരുപാട് നമ്മളെക്കാളും അറിയുന്ന ആൾക്കാർ ഇതിൽ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് അത് എന്റെ കാഴ്ചപ്പാടിലൂടെ ആ ഒരു കളിയെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പൊ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു കളി സാറ്റിസ്ഫൈ ആയിട്ട് കാണാതെ നമ്മുടെ മൈൻഡും കാര്യങ്ങളൊന്നും സെറ്റ് അല്ലാണ്ടിരിക്കുന്ന സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ പ്രശ്നങ്ങളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, UAE ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ 4-5 ദിവസം മഴ, വെള്ളം ഫുള്ള് വെള്ളത്തിലായിരുന്നു. അതേപോലെ ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളും, വില കൂടിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, അതേപോലെ യുദ്ധം മുകളിൽ ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഓൺലൈൻ ക്ലാസ്സിലാണ്, സ്കൂളിലൊക്കെ ഓൺലൈനിലാണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ടില്ല പ്രാർത്ഥിക്കാറ് നമുക്ക്. അത് യുദ്ധം ആർക്കും നേട്ടങ്ങളല്ല. എത്ര യുദ്ധത്തിൽ ജയിച്ചാലും ഒരു തോറ്റാലും ആ ജയിക്കുന്നവർക്കും തോൽക്കുന്നവർക്കും നേട്ടങ്ങളല്ല, നേട്ടങ്ങളെക്കാളും കോട്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ കിടക്കാം. ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ വേൾഡ് കപ്പ് 48 ടീമുകളും സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ അവസാനം നടന്ന യോഗ്യതാ മത്സരങ്ങളിൽ പ്ലേ ഓഫ് കളിച്ചിട്ട് കുറെ ടീമുകൾ വന്നു. സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റലി പുറത്തുപോയി, അതേപോലെ ലെവൻഡോസ്കിയുടെ പോളണ്ട് പുറത്തുപോയി. അങ്ങനെ ലെവൻഡോസ്കിന്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആയി കാണാനുള്ള സാധ്യതകൾ ഇനി തോന്നുന്നില്ല. ഇനി ഉണ്ടാവും, ഇനിയൊന്നും ആളുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഇനി റിട്ടയർമെന്റ് അനൗൺസും ചെയ്തിട്ടുണ്ടാവും. അതെ, അപ്പൊ എന്തായാലും ഇനി ഒരു വേൾഡ് കപ്പ് ഉണ്ടായി. ഇറ്റലിക്ക് ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. ഇറാനെങ്ങാനും വാറിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാവുകയാണെങ്കിൽ, ഇറാൻ വേൾഡ് കപ്പിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഇറ്റലിക്ക് ഒരു ഹോപ്പ് ഉണ്ട്. അത് മാത്രമാണ് ഇറ്റലിയുടെ മുമ്പിൽ. ഇറ്റലി ഇപ്പോ അവസാനം നടന്ന 3 വേൾഡ് കപ്പില് 2 വേൾഡ് കപ്പ് ഇതടക്കം 3ാമത്തെ വേൾഡ് കപ്പാണ് ഇറ്റലി പുറത്താവുന്നത്. എനിക്ക് ഇറ്റലി ടീമിനോട് എനിക്കൊരു ഇത് തോന്നുന്നതെന്ന് പറഞ്ഞാല് ആ ഒരു സെനദിൻ സിദാനും മറ്റരാസിയും തമ്മിൽ ആ ഒരു കൊമ്പ് കൊടുത്തിട്ട് ആ ഒരു ഫൈനലിൽ നടന്ന ഒരു ഇൻസിഡന്റും കാര്യങ്ങളും, അതിനുശേഷം ഒരു വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് ശരിയാണ്. പക്ഷെ അതിനുശേഷം ഒരു യൂറോ കപ്പ് ഒക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇറ്റലിക്ക് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നങ്ങൾ പോലെയാണ്. എന്താ പറഞ്ഞാല് ആ ഒരു വേൾഡ് കപ്പ് ഫ്രാൻസിനുള്ളതായിരുന്നു. ആ ഒരൊറ്റ ഇൻസിഡന്റിലാണ് ആ ഒരു റെഡ് കാർഡിലൂടെ മറ്റരാസിനെ ഫൗൾ ചെയ്തതിന് സിദ്ധാന് അന്ന് ആ കളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ തീപ്പാറി കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. നമുക്ക് നെട്ടിപ്പോയ കളി കണ്ടുകൊണ്ടിരിക്കും. എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. പിറ്റേ ദിവസം ന്യൂസുകളിലാണെന്ന് അത്രമാത്രം TV-യിലൂടെയാണ്, സോഷ്യൽ മീഡിയ അത്രമാത്രം ഇതല്ല. അതുകൊണ്ട് പിറ്റേ ദിവസം ന്യൂസിലൂടെയാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ നമുക്ക് കളിയിലേക്ക് വരാം. ഇറ്റലി പുറത്തായി, പോളണ്ട് പുറത്തായി, അങ്ങനെ കുറെ അത്ഭുതങ്ങൾ കാണിച്ച് കുറെ പുതിയ രാജ്യങ്ങൾ വേൾഡ് കപ്പിന് വന്നിട്ടുണ്ട്, കുറെ പേര്. അപ്പൊ നമുക്ക് ഇന്നത്തെ സംസാരിക്കുന്ന പറഞ്ഞാൽ ഇതിൽ ആരൊക്കെയാണ് ഓരോ ഗ്രൂപ്പ് നിന്ന് അടുത്ത റൗണ്ടിലേക്ക് പോകും, അതേപോലെ തന്നെ
സെമിഫൈനലിൽ ആരൊക്കെയാണുള്ളത്? എന്റെയും റൈഹാന്റെ പ്രൊഡിക്ഷൻ ആണ് കാണാൻ പോകുന്നത്. സെമിഫൈനൽസ് വരെ എന്ന് പറഞ്ഞാൽ സെമിഫൈനലിൽ മാത്രം അതിലൊരു 6 ടീമുകൾ ആരൊക്കെയാണെന്നുള്ളതെന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോ വേൾഡ് കപ്പ് ഗ്രൂപ്പുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പ് എ നോക്കുകയാണെങ്കിൽ മെക്സിക്കോ, സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക, ചെക്ക് റിപ്പബ്ലിക് എന്ന 4 ടീമുകളിലാണ്. ചെക്ക് റിപ്പബ്ലിക് ഇപ്പൊ അവസാനമായിട്ട് പ്ലേ ഓഫ് കളിച്ചിട്ട് അവര് കയറി വന്ന ടീമാണ്. അതുകൂടാതെ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും അതേപോലെ തന്നെ സൗത്ത് കൊറിയയും നേരത്തെ തന്നെ യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പൊ ഈ 4 ടീമിൽ മെക്സിക്കോ ഹോസ്റ്റ് കൺട്രി ആയിട്ട് നേടി, ഹോസ്റ്റ് കൺട്രി ആയിട്ട് മെക്സിക്കോ, അമേരിക്കയൊക്കെ ഹോസ്റ്റ് കൺട്രി ആയിട്ട് നേടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 4 ടീമിൽ ഏത് ടീമാണ് റൈഹാൻ അടുത്ത റൗണ്ടിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലുള്ളത്? ഈ 4 ടീം നോക്കുകയാണെങ്കിൽ ഇതില് 2 ടീം പറയാൻ പറ്റുള്ളൂ. നീ 3 പറയുന്നത് 4 ചിലപ്പോൾ നീ പറയും, അത് അറിയാവുന്ന വേണ്ട. 2 ടീം പറയാൻ പറ്റുള്ളൂ. 2 ടീം നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് അവേ സൗത്ത് ആഫ്രിക്ക ഒന്ന് ക്വാളിഫൈ ആവും. അവർക്ക് നല്ല മാർജിൻ ഉണ്ട് ഈ ഗ്രൂപ്പിൽ നോക്കണേ. മെക്സിക്കോന് ഹോം അഡ്വാൻറ്റേജ് ആവാൻ സാധ്യതയുണ്ട്. അവരുടെ കളികൾ അവരുടെ മെക്സിക്കോയിൽ വെച്ച് നടക്കണേ ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷെ എന്തായാലും നമ്മുടെ സൊണ്ണിന് സൗത്ത് കൊറിയ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് എന്റെ ഒരു ഇത്. അതിന്റെ 2 ടീമുകൾ നോക്കുകയാണെങ്കിൽ എന്റെ 2 ടീമുകൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആൻഡ് സൗത്ത് കൊറിയ. എന്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക എന്തായാലും ഉണ്ടാവും. എന്റെ ഇതില് ഈ സൗത്ത് കൊറിയനെയും മെക്സിക്കോനെ അട്ടിമറിച്ചുകൊണ്ട് ചെക്ക് റിപ്പബ്ലിക് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതാണ് ഞാൻ പറയുന്നത്. എന്റെ തീരുമാനങ്ങളല്ലേ പറയുന്നത്, ഈ ചിരിക്കല്ലേ. ചിലപ്പോ അത് നടന്നാൽ ഞാൻ അന്ന് ബാക്കി തരണ്ട് കേട്ടോ. ഇതിന്റെ സൗത്ത് ആഫ്രിക്കയും അതേപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഗ്രൂപ്പ് ബിയിലേക്ക് കയറുമ്പോൾ കാനഡ, സ്വിറ്റ്സർലാൻഡ്, ഖത്തർ, ബോസ്നിയ അവസാനം ഇറ്റലിയെ പുറത്താക്കിക്കൊണ്ടാണ് ഇറ്റലിയെ 1-2 സമനിലയിൽ പിടിച്ച് അതിനുശേഷം പെനാൾട്ടി ഷൂട്ടൗട്ട് കൃത്യമായിട്ട് പെനാൾട്ടികൾ ഷൂട്ട് ചെയ്തിട്ട് ഇറ്റലിയുടെ ഷൂട്ടുകളൊക്കെ ഏതാണ് സ്റ്റേഡിയത്തിന്റെ പുറത്തേക്കൊക്കെ അടിച്ചു കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇറ്റലി വീണ്ടും വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിക്കൊണ്ട് ബോസ്നിയ അടുത്ത ഇതിലേക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ നേടിക്കുക. അപ്പൊ ഈ 4 ഇതിൽ കാനഡ നോക്കുകയാണെങ്കിൽ ഹോസ്റ്റ് കൺട്രി ആയിട്ട് വന്നിട്ടുണ്ട്. കാനഡ ഹോസ്റ്റ് കൺട്രി ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, ഖത്തർ ഉണ്ട്, ബോസ്നിയ ഉണ്ട്. ഇതിൽ 4 ടീമിൽ നിങ്ങൾ ആര് ക്വാളിഫൈ എന്ന് പറഞ്ഞു? ഇതിൽ ഞാൻ പറയുന്നു എന്റെ ഒരു കാഴ്ചപ്പാടില് സ്വിറ്റ്സർലാൻഡ് ഉണ്ടാവുന്നു. ഓക്കെ, അടുത്തത് ഓപ്ഷൻ കാനഡ തന്നെയാണ്. എന്താ പറയുക, ഖത്തറിനും ബോസ്നിയക്കും അത്രമാത്രം എനിക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതല്ല. എന്റെ ഒരു കാഴ്ചപ്പാടിൽ കാനഡയും സ്വിറ്റ്സർലൻഡ് ആണ്. പക്ഷെ നമ്മൾ കാനഡയ്ക്ക് അൽഫോൺസോ ഡേവിസ് ഉണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമ്മള് ബോസ്നിയന്റെ കഥ നോക്കുകയാണെങ്കിൽ ബോസ്നിയ ജീവൻ കൊടുത്ത് കളിക്കും. അവര് ജീവൻ കൊടുത്ത് കളിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഈ സ്റ്റേജ് എത്തിയാൽ ഇനി അവരുടെ അടുത്തുള്ള എല്ലാ കളികളും എല്ലാ ടാക്ടിക്സും എല്ലാ സ്ട്രാറ്റജീസും ഒക്കെ ഇറക്കിയിട്ട് അവര് ഇറ്റലിയായിട്ടുള്ള കളിയിലെ പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ ഇവരുടെ പെനാൽറ്റി എടുക്കുമ്പോൾ അത്രയും ഒരു ടെൻഷൻ ഇല്ലാത്ത അത്രയും ഇതായിട്ട് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇറ്റലിക്കാണ് കുറേയും കൂടി, ഇറ്റലിയുടെ പ്ലേയേഴ്സിനാണ് കുറച്ചുകൂടി ടെൻഷനും അതേപോലെ ആ ഒരു പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. ഇവര് സിമ്പിൾ ആയിട്ട് ഒന്ന് എടുത്ത് അടിപൊളിയായിട്ട്, അതേപോലെ ഇവരുടെ ഗോൾ കീപ്പർ ആയിക്കോട്ടെ അടിപൊളിയായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിൽ ഏതൊക്കെ ടീമാണ്? ഇതിൽ ഏതൊക്കെ ടീം നോക്കുകയാണെങ്കിൽ ആദ്യമേ നോക്കുകയാണെങ്കിൽ കാനഡ ഉണ്ടാവും. ചിലപ്പോ എല്ലാം അട്ടിമറി കാണിച്ച് ഇപ്പോ ഇതുവരെ അട്ടിമറിച്ച് വന്ന ബോസ്നിയ അടുത്ത റൗണ്ട് കയറുന്നതാണ്. അപ്പൊ നിന്റെ വിലയിരുത്തൽ കാനഡയും ബോസ്നിയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ബി ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെയാണ് കയറുന്നത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത സി ഗ്രൂപ്പാണ് മരണ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഉള്ള ഗ്രൂപ്പാണ്. വേൾഡിൽ 5 പ്രാവശ്യം ചാമ്പ്യന്മാരായ ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലാൻഡ്, ഹെയ്റ്റി. അങ്ങനെ ഇവര് 4 ടീമുകളാണ് മരണ ഗ്രൂപ്പ് തന്നെ പറയാം. ഹെയ്ത്തി മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും പുറകോട്ടുള്ളത്. ഇത് ബാക്കി എല്ലാ ടീമുകളും കിട്ടില്ല. അപ്പൊ റെഹാന എന്താണ് ഇതിൽ ആരൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് കയറാം? പറയുകയാണെങ്കിൽ ഹെയ്റ്റി ഇത്രത്തോളം കഷ്ടത്തിലൂടെ അവരൊക്കെ ചെറിയ രാജ്യങ്ങൾ, ഈ ഹെയ്ത്തി, ബോസ്നിയ, കുറാക്കോ, ഇതൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളായത് കാരണം അവര് ജീവൻ കൊടുത്ത് കളിക്കും. പക്ഷെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, മരണ ഗ്രൂപ്പിലാണ് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ബ്രസീലും മൊറോക്കോവും ക്വാളിഫൈ ആവുന്നതാണ് എന്റെ ഇത്. ബ്രസീലും മൊറോക്കോയാണ് ക്വാളിഫൈ എന്ന് പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ മൊറോക്കോ ഉണ്ടാവും. അടുത്തത് എന്താ പറയുന്നത്, ബ്രസീലും ഉണ്ടാവും. ബ്രസീലും മൊറോക്കോ തന്നെ ആയിരിക്കും എനിക്കും. സ്കോട്ട്ലാൻഡിന് എത്രമാത്രം എന്ന് പറയാൻ പറ്റില്ല. മൊറോക്കോ എന്ന് പറഞ്ഞാല് ഈ വേൾഡ് കപ്പിൽ ഒരു കറുത്ത കുതിരകളായി ചിലപ്പോൾ സെമിഫൈനലിൽ വരെ എത്താൻ ചാൻസ് ഉള്ള ഒരു ടീമാണ്. ആഫ്രിക്കൻ നേഷൻ കപ്സിലും അതേപോലെ തന്നെ ഇതിലൊക്കെ കളി കണ്ടവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ സ്പെയിനിന് പെനാൾട്ടിയില് അവർ പുറത്താക്കി. അതെ, അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ എന്തായാലും അവരെ ഒന്ന് കരുതിയിരിക്കും. അവരുടെ ഒരു ഗോൾഡൻ ജനറേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊറോക്കോന്റെ ഗോൾഡൻ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത് അത്രയും അവർ പോരാട്ട വീര്യം കൊണ്ട് ഇപ്പോ കോച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ കോച്ചിന്റെ കീഴിലേക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നതൊക്കെ ഉള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ആഫ്രിക്കൻ കപ്പിൽ ഇപ്പോഴും ആ ഒരു വേൾഡ് ആഫ്കോൺ കപ്പില് ചാമ്പ്യന്മാര് അവര് ഇങ്ങോട്ട് തിരിച്ച് കപ്പ് കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയാ, ഇതൊക്കെ
2 മാസങ്ങൾക്ക് ശേഷമാണ് സെനഗൽ കപ്പെടുത്ത് പോയി 2 മാസങ്ങൾക്ക് ശേഷമാണ് ആ കപ്പ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പീല് പാസ്സായിട്ട്. എന്താണ് ഫുട്ബോളിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാണ്. എന്താണ് ആ ഒരു എന്താ പറയാ അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പൊ ഗ്രൂപ്പ് ഡിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ള USA ഉണ്ട്, പരുഗ്വേ, ഓസ്ട്രേലിയ, തുർക്കി. USA, ഓസ്ട്രേലിയ, പരാഗ്വേ, തുർക്കി. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് പരാഗ്വയും ഓസ്ട്രേലിയയാണ് കയറാൻ ചാൻസ് ഉള്ളത്. USA അത്രമാത്രം ഒന്നും ഫുട്ബോളിൽ കളിക്കുന്നുണ്ടെങ്കിലും റാങ്കിങ്ങിലൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ വേൾഡ് കപ്പിൽ ഹോസ്റ്റ് കൺട്രി എന്നുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് റൗണ്ടിലേക്ക് ചിലപ്പോ കടത്തി വിടാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട് ഫിഫ ഇടപെടുകയാണെങ്കിൽ, അതറിയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഓസ്ട്രേലിയയും അതേപോലെ തന്നെ പരാഗ്വയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. എന്റെ ഇത് കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ സൗത്ത് അമേരിക്കൻ മമ്മമാരായിട്ടുള്ള പരുഗ്വേ പോവും. പിന്നീട് നോക്കുകയാണെങ്കിൽ അർദ്ധ ഗുലാറിനെ തുർക്കി ചിലപ്പോ അങ്ങനെ അത്ഭുതങ്ങളെ കാണിച്ചു വരും. അപ്പൊ തുർക്കി അത്ര 10-14 വർഷമല്ല 24 വർഷങ്ങൾക്ക് ശേഷമാണ് തുർക്കി വേൾഡ് കപ്പിന് വരുന്നത്. അതുകൊണ്ട് 24 വർഷമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ജർമ്മനി, കുറാക്കോ, ഐവറി കോസ്റ്റും ഇക്വഡോറാണ്. ഇതിലിപ്പോ എടുത്ത് പറയാനൊന്നുമില്ല. അട്ടിമറികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ എന്താ പറയാനോ അഭിപ്രായങ്ങള്? എന്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കുറാക്കോ, ഞാൻ പറഞ്ഞ പോലത്തെ കുറാക്കോ ഇതുപോലത്തെ ഞാൻ മുമ്പ് പറഞ്ഞ രാജ്യങ്ങളൊക്കെ ചെറിയ രാജ്യങ്ങളാണ്, ജീവൻ കൊടുത്ത് കളിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോ ഐവറി കോസ്റ്റും ഇതേപോലത്തെ കണ്ടീഷനിലാണ്, ജീവൻ കൊടുത്ത് കളിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ആവാണ്ട് നേരെ ജർമ്മനി ഇക്വഡോർ ആവുന്നത്. എന്റെ അഭിപ്രായത്തിൽ ജർമ്മനി എന്തായാലും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഐവറി കോസ്റ്റ് ആയിരിക്കും ചിലപ്പോ ഇക്വഡോറിനെ മറികടന്നിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇക്വഡോർ നല്ല കളിയാണ്, പക്ഷെ പറയുന്നില്ല. എന്റെ ഒരു വിലയിരുത്തൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്ക് ചാൻസ് ഉണ്ട്. ഐവറി കോസ്റ്റും ഗംഭീര ടീമാണ്. അപ്പോൾ ജർമ്മനിയും ഐവറി കോസ്റ്റ് അടുത്ത ഗ്രൗണ്ടിലേക്ക് കിടക്കാണ്ട്. എഫ് ഗ്രൂപ്പിൽ കിടക്കുന്നത് നെതർലാൻഡ്, ജപ്പാൻ, ടുണീഷ്യ, സ്വീഡനാണ്. സ്വീഡൻ ഇപ്പോൾ അവസാനമായിട്ട് ലെവൻഡോസ്കിന്റെ പോളണ്ടിനെ പുറത്താക്കിയിട്ടാണ് അവർ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ആരൊക്കെയാന്ന് നോക്കി കഴിഞ്ഞാൽ ആരൊക്കെയായിരിക്കും കയറാനുള്ള ചാൻസ്? എനിക്ക് തോന്നുന്നു നമ്മള് നെതർലാൻഡ് എന്തായാലും കയറും. അത് ഏകദേശം നോട്ട് ഡൗട്ടഡ് ആണ്. പിന്നെ നോക്കണെങ്കിൽ ഈ ജപ്പാൻ, സ്വീഡൻ, തുനീഷ്യയിൽ നോക്കണേ. തുനീഷ്യ മിക്കവാറും കയറാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറയണം. തുനീഷ്യ നല്ല ടീമാണ്. പക്ഷെ ജപ്പാന് സ്വീഡനെയും കാട്ടി കുറച്ച് ഒരു പൊടി അത് ഓരോ കളികളിലെ അഡ്വാൻറ്റേജ് എടുക്കേണ്ടി വരും. ആരാണ് കയറാൻ ചാൻസ് ഉള്ള ആരാന്ന് പറ? എനിക്ക് ഒന്ന് സ്വീഡനെ അട്ടിമറിച്ചിട്ട് ജപ്പാൻ കയറുന്നു. അട്ടിമറിക്കാനൊന്നുമില്ല. ജപ്പാൻ തന്നെയാണ് ഓൾറെഡി ഏഷ്യയിൽ നിന്ന് ആദ്യം യോഗ്യത നേടി. സ്വീഡൻ ഇപ്പൊ അവസാനമായിട്ട് യോഗ്യത നേടിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ജപ്പാനും നെതർലാൻഡിനെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത ഗ്രൂപ്പിലായിരിക്കും ബെൽജിയം, ഇറാൻ, ഈജിപ്ത്, ന്യൂസിലാൻഡ്. ഇതും ഒരു നല്ല കട്ടകട്ടിയായ ഗ്രൂപ്പാണ്. അപ്പോ എന്താണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ നോക്കുകയാണെങ്കിൽ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ് മിക്കവാറും കയറാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇറാനും കയറാൻ സാധ്യത ഇല്ല. അത് ഏകദേശം കൺഫേം തന്നെ ആയി. ഇപ്പോ ഇല്ല, ഇറാന്റെ കാര്യത്തിൽ യുദ്ധത്തിന്റെ ഒരു തീരുമാനങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന് പെടാൻ പോകുന്ന ഇറ്റലി ആയിരിക്കും. ഇറ്റലി ഈ ഗ്രൂപ്പിൽ വന്ന് പെടുകയാണെങ്കിൽ ഇത് മരണ ഗ്രൂപ്പായി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഈജിപ്തും ബെൽജിയവും ന്യൂസിലാൻഡും ഇറ്റലിയും കൂടി കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട ബെൽജിയവും ഈജിപ്തും കയറുന്നുണ്ട്. എന്റെ ഒരു ഇതില് ബെൽജിയം ഇറാനും തന്നെയാണ്. എന്തുകൊണ്ടും കളിയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തിനെക്കാളും ഒരു പിടി മുന്നിൽ തന്നെയാണ് ഇറാന്റെ ഇത്. വളരെ വലിയ പ്ലേയേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവരുടെ ആ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്. അപ്പൊ അതെനിക്ക് അവര് തന്നെയാണ് എനിക്ക് ചാൻസ് ഉള്ളത്. അടുത്ത ഗ്രൂപ്പ് നോക്കണേ, ഗ്രൂപ്പ് എച്ച്, കേപ്പ് വെർഡെ, സൗദി അറേബ്യ, ഉറുഗ്വേ, സ്പെയിൻ. ഇതില് ഇപ്പോ അത്യാവശ്യം അത് ഇതൊന്നുമല്ല. സ്പെയിൻ എന്തായാലും ഉണ്ടാവും, ഉറുഗ്വേ ഉണ്ടാവും. അത് 2 ടീമായിരിക്കും ഉണ്ടാവും. അതിന്റെ അതും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗദിയും കേപ്പ് വെർഡെയുടെ കാര്യമൊക്കെ ഒക്കെ ഇരിക്കട്ടെ. ഇപ്പൊ ഈ അവസാനമായിട്ടൊരു ഫ്രണ്ട്ലി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു സ്പെയിനും ഈജിപ്തും ആയിട്ട്. അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോഴും ഈ മതത്തിന്റെയും വർഗത്തിന്റെയും അതിന്റെയൊക്കെ പേരിൽ ഇപ്പോഴും റേസിസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ ഈ കളി നടക്കുന്ന സമയത്ത് അതെ, ലെമീന് മുസ്ലിമാണ്. അത് അതിനുശേഷം ഈ കളി അതിനുശേഷം ലെമീൻ അമാൽ പറയുന്നുണ്ട്. അപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ കളിക്ക് ഒരു ഫ്രണ്ട്ലി മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിലേക്ക് ഒരു മത്സരത്തിന് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീമിനെ ക്ഷണിച്ചിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ വേണ്ടി വിളിക്കുക. വിളിച്ചിട്ട് എതിർ ടീമിന്റെ ദേശീയഗാനം ആലപിക്കുന്ന സമയത്ത് അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ജൂതനായിക്കോട്ടെ, ഇനിയിപ്പോ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവരുടെ ദേശീയഗാനത്തിനെ റെസ്പെക്ട് ചെയ്യണം. അത് ചെയ്യാതെ ആ സമയത്ത് കൂക്കും നിലവിളിക്കുകയും ചെയ്ത് ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ചാറ്റുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്പാനിഷ്, ഇനിയിപ്പോ അത് റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ, ബാഴ്സലോണ ആയിക്കോട്ടെ, ലോകത്തുള്ള ഏത് ക്ലബ്ബോ ഏത് രാജ്യം ആയിക്കോട്ടെ അത് ചെയ്യുന്നത് ചെറ്റത്തരം തന്നെ പറയണം. എന്താ പറഞ്ഞാല് നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അനുഭവിച്ചിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഇത് അറിയുള്ളൂ. പക്ഷേ ചങ്ങായിമാര് ശരിക്കും ഞാൻ എന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ ആ കളി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വരണം എന്നായിരുന്നു. പക്ഷെ ഈജിപ്ത് കളിച്ച് അവരെ 0-0 സമനിലയിൽ 0-0 1-1 അങ്ങനെ സമനിലയിൽ അവരെ
കുടുക്കിയിട്ടാണ് ഗോൾഡിങ്ങിന്റെ സമിതിയിലാണ് സ്പെയിനിനെ കുടുക്കിയത്. അതിനുശേഷം എമാല് അഭിവാദ്യങ്ങൾ അർപ്പിക്കാതെ, കാണികൾക്ക് അഭിവാദം അർപ്പിക്കാതെയാണ് ഗ്രൗണ്ടിൽ വിട്ടുപോയത്. അതിനുശേഷം പിറ്റേ ദിവസം ഞാനൊരു മുസ്ലിമാണ്, നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇങ്ങനെയുള്ള ചാറ്റുകൾ അത് ശരിയായ ഇതല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ വരുന്നത് കളിയെ പ്രോത്സാഹിപ്പിക്കാനാണ്, അതേപോലെ കളിയിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ചാറ്റാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇങ്ങനെയുള്ള മതപരമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു കളിനെ കളിയായിട്ട് കാണണം. ഈ റിലീജിയനും ഈ കാര്യമൊന്നും കളിയിൽ കൂട്ടിക്കൊഴിക്കരുത്. ഇതൊക്കെ വേറെ തന്നെയാണ്, അത് വേറെ ഇത് വേറെ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നടത്താം. പക്ഷെ ഇങ്ങനൊരു എന്താ പറയാ, ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ഇത്രയും വലിയ ആൾക്കാർ, ഒരുപാട് ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഇതിൽ കുറെ സൗഹൃദങ്ങളും കുറെ ഇതും ഇമോഷണൽ കാര്യങ്ങളും ഒരുപാടുണ്ട്. ഇതിൽ നല്ല നല്ല ഇഷ്ടംപോലെ സംഭവങ്ങൾ നടക്കുന്നത്. അതിന്റെ ഇടയിൽ ഈ കുറെ സാധനങ്ങൾ വന്നിട്ട്, ഇങ്ങനത്തെ ചീഞ്ഞ സാധനങ്ങൾ വന്നിട്ട് ഇവർ പിന്നെ എന്തിനാ വരുന്നത്? ഇവർക്ക് റൂമിൽ നിന്ന് ഇത് പറഞ്ഞിരുന്നാ പോരെ. പിന്നെ അല്ലാതെ ഇരുന്നാല്, അതേപോലെ അതിന്റെ കോച്ചും എല്ലാവരും ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. സ്പെയിന്റെ കോച്ച് ആയിക്കോട്ടെ, സ്പെയിന്റെ ടീമിന്റെ ഇവരൊക്കെ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വരെ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന പോലെ തെറ്റായ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഐ ഗ്രൂപ്പാണ്. ഫ്രാൻസ്, സെനഗൽ, നോർവേ, ഇറാഖ്. ഒരു ഗംഭീര ഗ്രൂപ്പാണ്. ഇതില് ആരൊക്കെയാണ് കയറാൻ വഴിയുള്ളത്? സെനഗല്, ഫ്രാൻസ് ആണ് എന്റെ ഒരു അഭിപ്രായത്തില്. നോർവേ ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നു ഫ്രാൻസും സെനഗൽ തന്നെ ആയിരിക്കും. പിന്നെ നോർവേ ചിലപ്പോൾ എന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ ആയിരുന്നുള്ളൂ. എന്താണ് എന്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ നമ്മള് റോബോട്ട് ഗോൾ അടിച്ച് സിംഗിൾ ഹാൻഡ് ആയിട്ട് നോർവേയും പിന്നെ ആരാ? സെനഗലാ? അല്ല, ഫ്രാൻസ്. ഫ്രാൻസിന്റെ അല്ലേ? ഫ്രാൻസ് 2 ടീം കളിക്കേണ്ട ടീം ഉണ്ടോ? 2 ടീമിന് ഇറക്കേണ്ട ടീം ഉണ്ട് അവരുടെ കയ്യിൽ. ബി ടീം ഇറങ്ങിയാൽ വരെ അവർ ജയിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഗ്രൂപ്പ് ജയിൽ നോക്കുകയാണെങ്കിൽ അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ. നല്ല കടുകട്ടിയായ ഗ്രൂപ്പാണ്. അർജന്റീനയ്ക്ക് കുറച്ചൊരു മേൽക്കൈയുണ്ട്. ബാക്കി 3 ടീമുകളും ഏകദേശം ഒരേ ലെവലുള്ള ടീമുകളാണ്. അപ്പോ ഇതില് അർജന്റീന കയറും. അടുത്ത എനിക്ക് തോന്നുന്നു അൾജീരിയ തന്നെ കയറാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഓസ്ട്രിയ ആണ്. കാരണം ലാസ്റ്റ് ടൈം ഫ്രാൻസിന്റെ ഒപ്പം കളിച്ച അവര് ഫ്രാൻസിനെ നല്ലോണം പൊരുതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിന്റെ അഭിപ്രായത്തിൽ ഓസ്ട്രിയയും അതേപോലെ തന്നെ അർജന്റീന കയറുന്നതാണ്. അപ്പോ നമുക്ക് അടുത്ത ഗ്രൂപ്പ് കെ ഗ്രൂപ്പാണ്. പോർച്ചുഗൽ, കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ, കോൺഗോ, ടിആർ. ഇതില് എനിക്ക് തോന്നുന്ന 2 ടീം തന്നെയാണ് ശക്തരും. 2 ടീം തന്നെയാണ് അടുത്ത റൗണ്ടിൽ കയറും. പോർച്ചുഗലും കൊളംബിയ തന്നെ കയറുന്നതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാനും കോൺഗോയ്ക്കൊക്കെ എത്രമാത്രം ചാൻസ് ഉണ്ടെന്ന് അറിയില്ല. റെയ്ഹാന്റെ അഭിപ്രായത്തിൽ എന്താണ്? എന്റെ അഭിപ്രായം അതേപോലെ തന്നെ പോർച്ചുഗലും കൊളംബിയ ആയിരിക്കും മിക്കവാറും കയറുണ്ടാവും. അടുത്ത ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അവസാന ഗ്രൂപ്പ് എൽ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഗാന, പനമ. ഇതിലെല്ലാരും ഏകദേശം സമമായിട്ടുള്ള ഇംഗ്ലണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും തന്നെ. ഇംഗ്ലണ്ട് പക്ഷെ അടിപൊളി സ്കോഡ് ഡെപ്തും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവര് വേൾഡ് കപ്പിൽ വരുമ്പോൾ അങ്ങനെ വരിക. പക്ഷെ ഈ മല പോലെ വന്നിട്ട് എലി പോലെ പോയി എന്ന് പറയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇംഗ്ലണ്ടിന് എപ്പോഴും ഉണ്ടാവുക. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ക്രൊയേഷ്യയും ഇംഗ്ലണ്ട് തന്നെയാണ് കയറാനുള്ളത്. ഇനി പട്ടിമറിയൊക്കെ ഗാനയോ പനാമയൊക്കെ അട്ടിമറിച്ചിട്ട് മുകളിലേക്ക് എത്താനും പറയാതിരിക്കാനും വയ്യ. എന്താണ് നിന്റെ അഭിപ്രായം? എന്റെ കാഴ്ചപ്പാട് നോക്കണെങ്കിൽ അതേ ടീം തന്നെ ഇംഗ്ലണ്ടും ക്രൊയേഷ്യ ആയിരിക്കും. അപ്പോ ഈ വേൾഡ് കപ്പില് അടിപൊളി മത്സരങ്ങൾ ഉണ്ടാവുന്ന ഇപ്പൊ ഈ ഗ്രൂപ്പ് സ്റ്റേജ് എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും അതേപോലെ തന്നെ റൗണ്ട് ഓഫ് 16 ഒക്കെ വരുമ്പോഴേക്കും കിട്ടില്ല മത്സരങ്ങളൊക്കെ ഉണ്ട്. റൗണ്ട് ഓഫ് 32 അതേപോലെ അങ്ങനെ ഗംഭീര മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രം, മാസങ്ങൾ പറയാനില്ല, ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എന്താണ് സെമി ഫൈനലിൽ എത്താവുന്ന ഒരു 6 ടീമുകൾ? ഞാനാണല്ലോ ചോദിച്ചത് നിന്റെ അടുത്ത്, നീ ആദ്യം പറയും നോക്കട്ടെ. ആദ്യം നോക്കണേല് ഇപ്പോഴത്തെ ഫോമുകളിൽ വെച്ച് നോക്കണേല് ആദ്യം എന്തായാലും ഈ ടീം ഉണ്ടാവും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഫ്രാൻസിന് ശേഷം ബ്രസീൽ എങ്ങാനും നെയ്മറിനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ബ്രസീലിനെ ഇട്ടേക്കാം. നെയ്മർ കൊണ്ടുവന്നില്ലെങ്കിൽ ബ്രസീൽ കയറില്ലെന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് മൊറീഞ്ഞോ വരെ പറഞ്ഞിട്ടുണ്ട്. മൊറീഞ്ഞോ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ അല്ല ഒരു മിനിറ്റ്, മൊറീഞ്ഞോ എന്താ പറഞ്ഞത് വെച്ചാൽ പോർച്ചുഗലിൽ നിങ്ങൾ ഇപ്പൊ റൊണാൾഡോനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ടീം എന്താ, അർജന്റീനയിൽ ഇപ്പൊ നിങ്ങൾ മെസ്സിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ടീം എന്താ, അതുപോലെയാണ് നെയ്മർ ബ്രസീലിനെ കൊണ്ടുവരാത്തത്. അപ്പൊ ബ്രസീലും ഫ്രാൻസും ആയി. അടുത്ത പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ശക്തനായിട്ടുള്ള ഒരു ടീമാണ് അർജന്റീന. ചിലപ്പോ കയറാൻ സാധ്യത, പക്ഷെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇംഗ്ലണ്ട് ഒരു നല്ല സ്കോഡ് ഡെപ്ത്. ഫ്രാൻസ്, ബ്രസീൽ, ഇംഗ്ലണ്ട്, അർജന്റീന 4 ടീം. ഇനി 2 ടീം കൂടി പറയാം, 6 ടീം പറയാം. ഇനി 2 ടീം നോക്കണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ നമ്മളുടെ കുറെ ടീമുകളുണ്ട് ഇതില് എടുത്തു പറയാൻ. ഈ കുറെ ടീമുകളുണ്ട്, പക്ഷെ 6 നോക്കണില്ല. ഇപ്പൊ ലാസ്റ്റ് വേൾഡ് കപ്പാണ് ആളിന് ജീവൻ കൊടുത്ത് കളിക്കാൻ പ്ലെയേഴ്സ് ഉണ്ട്. അത് തന്നെ പോർച്ചുഗലും വരാൻ സാധ്യത. പോർച്ചുഗൽ 5. പിന്നെ അവസാനത്തെ ടീം ആരാ നോക്കുകയാണെങ്കിൽ കുറെ പ്ലെയർ ടീമുകളുണ്ട് ഇതില്. ചിലപ്പോ ക്രൊയേഷ്യ കയറാം, ചിലപ്പോ ഗാന കയറാം, ചിലപ്പോ
എവിടൊന്നും ഇല്ലാത്ത കോങ്കോ വരെ കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നിന്റെ ഈ ഒരു ഇത്. അഞ്ച് ടീം. എന്റെ ഇതിൽ പറയുന്നത് നീ ഒരു മെയിൻ ടീമിനെ വിട്ടുപോയി. അവരാണ് എല്ലാവർക്കും കപ്പ് കൽപ്പിച്ച ടീമാണ് സ്പെയിന്. അത് പറഞ്ഞു കഴിഞ്ഞു, ചാൻസ് കഴിഞ്ഞു. സ്പെയിന് എന്റെ ഇതില് ഫസ്റ്റ് സ്പെയിനാണ്. അടുത്ത് വരാൻ പോകുന്നത് ഫ്രാൻസ് ആണ്. മൂന്നാമത്തത് പോർച്ചുഗൽ ആണ്. നാലാമത്തത് അർജന്റീനയാണ്. അഞ്ചാമത്തത് നെതർലാൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് 6ാം സ്ഥാനത്തുണ്ട് ബ്രസീൽ. പക്ഷെ ബ്രസീലിന്റെയും ഈ നെതർലാൻഡ് സ്ഥാനത്ത് ചിലപ്പോ മൊറോക്കോ വരാം, ചിലപ്പോ ക്രൊയേഷ്യ വരാം, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു 5 ടീമുകൾ ചാൻസ് പോർച്ചുഗലിന് എന്തായാലും ഒരു ചാൻസ് ഉറപ്പാണ്. അവര് വേൾഡ് കപ്പ് സെമി കളിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പക്ഷെ ഇതിനിടയിൽ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ ഒരു മത്സരം വരുന്നുണ്ട് ക്വാർട്ടറിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഏതെങ്കിലും ഒരു ടീമായിരിക്കും. അർജന്റീനയും ഈ സൈഡിൽ പോർച്ചുഗലും എല്ലാ ടീമിനും ജയിച്ചിട്ട് വന്നാലുണ്ടല്ലോ അതായിരിക്കും ഇത് സൂപ്പർ പോരാട്ടമായിരിക്കും ഈ വേൾഡ് കപ്പിൽ. ഏതെങ്കിലും ഒരു രാജാവ് പുറത്താവും. അപ്പൊ എല്ലാം കളിനെയും കാട്ടി കാണുന്ന കളിയായിരിക്കും ഈ കളി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഇതില് സെമി ഫൈനലിൽ എത്തുന്ന 6 ടീമുകൾ ചാൻസ് ഉള്ളത്? എന്താ പറയുക, 4 ടീമുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില 4 ടീമുകൾ താല്പര്യം 4 ടീമുകൾ ഇട്ടോളി, അല്ലെങ്കിൽ 6 ടീമുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ ആരായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യാം. ആരായിരിക്കും എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.